Hi, and welcome to the previous year question discussion for Welfare Officer Grade 2. 2019 നടന്ന എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻഫാക്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്ന് നമുക്ക് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ചോദിച്ച ചോദ്യത്തിന്റെ പാറ്റേൺ എങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നത്, ഏതൊക്കെ ഏരിയാസിൽ നിന്ന് അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഇൻസൈറ്റ്സ് നമുക്ക് ലഭിക്കും. 2019 നടന്ന പരീക്ഷയ്ക്ക് ശേഷം ഇതിപ്പോ 2025 ആയപ്പോഴേക്കും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലൊക്കെ ഒരുപാടധികം ചേഞ്ചസ്, ഒരുപാടധികം ഡിഫറൻസസ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ എന്നിരുന്നാലും പഴയ ചോദ്യങ്ങൾ നോക്കുന്നത് ഇസ് ഓൾവേസ് റിയലി വെരി ഇൻസൈറ്റ്ഫുൾ എന്ന് വേണം മനസ്സിലാക്കാൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഇസ് നോട്ട് ഒറിജിനേറ്റഡ് ഫ്രം ദ ഹിമാലയാസ്? ഇപ്പൊ ഹിമാലയാസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യാത്ത റിവർ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നമുക്കറിയാം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ദ കൃഷ്ണ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കൃഷ്ണ ഡസ് നോട്ട് ഒറിജിനേറ്റ് ഫ്രം ദ ഹിമാലയാസ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എവിടെ നിന്നാണ് ഈ കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്? അത് വെസ്റ്റേൺ ഗാട്സിൽ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, നിയർ മഹാബലേശ്വര ഇൻ മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ ഇത് ഹിമാലയസിൽ നിന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദ സ്മോളസ്റ്റ് നെയ്ബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ ഇസ്? ഇന്ത്യക്ക് ഒരുപാടധികം നെയ്ബേഴ്സ് ഉണ്ട്, നമുക്കറിയാം അല്ലെ? ഇതെല്ലാം ഇന്ത്യയുടെ നെയ്ബേഴ്സ് ആണ്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമാർ എല്ലാം ഇന്ത്യയുടെ നെയ്ബേഴ്സ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ചെറിയ നെയ്ബർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. ഭൂട്ടാൻ ഈസ് അവർ സ്മോളസ്റ്റ് നെയ്ബർ. അപ്പോൾ സ്മോളസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ ആൻഡ് സ്മോളസ്റ്റ് ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ആസ് വെൽ, നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ. അപ്പം നേപ്പാൾ അതും സ്മോൾ തന്നെയാണ്. പക്ഷെ ഭൂട്ടാൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോഗ്രഫിക്കലി ലെസ് സ്മോളർ ആണ്. അതായത് അതിന്റെ ഏരിയ വൈസും അത് ചെറുതാണ്, എന്നാൽ പോപ്പുലേഷൻ വൈസും അവിടെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 3. Where was the headquarters of ലക്ഷദ്വീപ് before കർവാറ്റി? കർവാറ്റിയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നതിന് മുന്നേ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഇവിടെ. അപ്പോൾ കൊച്ചി, കോഴിക്കോട്, ആൻഡ്രോട്ട് ഓ ബംഗാറം എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, അതായത് 1964 മുന്നേ ആ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ കോഴിക്കോട് ബേസ്ഡ് ആയിരുന്നു. ഓക്കെ, സോ കോഴിക്കോട് ബേസ്ഡ് ആയിട്ട് ദ അഡ്മിനിസ്ട്രേറ്റർ വാസ് ഫങ്ഷനിങ് അണ്ടർ ദ മദ്രാസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ആ ഒരു മലബാർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കർവാറ്റി എപ്പോഴാണ് ആ ഒരു ഫോമൽ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആയത്? 1964 മാർച്ച് മുതലാണ് കർവാറ്റി അവിടുത്തെ ഫോമൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആയിട്ട് മാറിയത്. അതിന് മുന്നേ കോഴിക്കോടായിരുന്നു. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതാണ്: ഹൂ വാസ്? അപ്പൊ ഇതിന്റെ ആൻസർ മാർക്ക് ചെയ്തില്ല. ആൻസർ ഇസ് ഓപ്ഷൻ ബി. 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്പർ 4. Who was the first martyr of the revolt of 1857? 1857 റിവോൾട്ടിലെ ആദ്യ മാർട്ടർ ആരായിരുന്നു എന്നുള്ളത് ഓപ്ഷൻ എ നാനാ സാഹിബ്, ഓപ്ഷൻ ബി റാണി ലക്ഷ്മിബായി, ആൻഡ് ഓപ്ഷൻ സി ടാൻറ്റിയ ടോപ്പ്, ആൻഡ് ഓപ്ഷൻ ഡി മംഗൾ പാണ്ഡെ. കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. മംഗൾ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് ആൻഡ് നോട്ടബിൾ ഫിഗർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം to initiate an act of defiance against the British rule. 1857 ബ്രിട്ടീഷ് റൂളിന് എതിരെ പ്രതികരിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ആ ഒരു കാരണത്താൽ അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് ആ ഒരു റിവോൾട്ട് ഓഫ് 1857 ആദ്യത്തെ രക്തസാക്ഷി അല്ലെങ്കിൽ മാർട്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Now moving on to question number 5. Who named the association Indian National Congress? Indian National Congress, INC. ആരാണ് ഇതിന്റെ പേര് കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ എ ഒ ഹ്യൂം ആണോ, ദാദാഭായ് നവറോജി ആണോ, WC ബാനർജി ഓ ലോർഡ് ജഫറിൻ?
ആരാണ് ഇതിന്റെ ആ ഒരു ഈ പേര് നൽകിയ വ്യക്തി എന്നുള്ളതാണ്. അപ്പോ നമുക്കിവിടെ അറിയാം A.O. ഹ്യൂം വാസ് ദ ഫൗണ്ടർ, അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർ ആണ്. പക്ഷെ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ശരിക്കും സജസ്റ്റ് ചെയ്തത് ദാദാഭായ് നവറോജി ആണ്. ആൻഡ് എന്താ പറയേണ്ടത്, ആൻഡ് നവറോജി വാസ് വൺ ഓഫ് ദ ഏർലിയർ മോഡറേറ്റ് ലീഡേഴ്സ്. ആ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു മോഡറേറ്റ് ലീഡേഴ്സ് എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ, ക്വസ്റ്റ്യൻ നമ്പർ 5. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ഇതാണ്: ഹൂ എമംഗ് ദ ഫോളോയിങ് പേഴ്സൺസ് is not a moderate leader of Indian National Congress? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മോഡറേറ്റ് ലീഡർ അല്ലായിരുന്ന ഒരു വ്യക്തി ആരായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നമുക്ക് ലാലാ ലജ്പത് റായ് ഉണ്ട്, ഫിറോസ് എഹ്സാൻ മെഹ്ത ഉണ്ട്, സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ദാദാഭായ് നവറോജി. നമുക്ക് പല ആൻസേഴ്സ് ആയിട്ട് ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലാൽ ബാൽ പാൽ ആ ഒരു ട്രയോഡ് എന്താ പറയേണ്ടത് പാർട്ടായിരുന്നു ലാലാ ലജ്പത് റായ് എന്നുള്ളത്. ആൻഡ് അദ്ദേഹം അസേർട്ടീവ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നാഷണലിസം എംഫസൈസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം മോഡറേറ്റ് ലീഡേഴ്സ് തന്നെയായിരുന്നു. അവർ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസ് തന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. When did the Jallianwala Bagh massacre happen? ജാലിയൻവാല ബാഗ് നമുക്കറിയാം, അത് ഒരു കൂട്ടക്കൊലപാതകമാണ് അവിടെ നടന്നത്, അല്ലെ? അപ്പോൾ ഇത് എപ്പോൾ നടന്നു എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് സ്ട്രെയിറ്റ് ആൻസർ ആണ്. നമ്മളിത് എന്താ പറയണ്ടേ, ഈ ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് നമുക്ക് ഇൻഫർ ഇതൊന്നും പറയാൻ കഴിയില്ല. ഇതൊരു ഫാക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 1919 ഏപ്രിൽ 13 ആണ് നമ്മുടെ ആ ഒരു കറക്റ്റ് ആൻസർ. ആരായിരുന്നു എന്താ പറയേണ്ടത് ഇതിന് ഓർഡർ കൊടുത്തത്, ഇത് എവിടെയായിരുന്നു ഇത് നടന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജനറൽ ഡയർ ആണ് ഇതിന് ഓർഡർ കൊടുത്തത്. ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അമൃത്സറിൽ നടന്ന ഒരു ഗ്യാതറിങ്ങിന് നേരെ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്യാതറിങ്ങിന് നേരെ അത് അൾട്ടിമേറ്റ്ലി എന്താ പറയേണ്ടത് കൊളോണിയൽ ഹിസ്റ്ററിയിൽ ഒരു 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 ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡായി മാറി എന്ന് നമുക്ക്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. As per the heroic Lahore Congress of 1929, 1929 heroic Lahore Congress പ്രകാരം which date was observed as the Independence Day of our country? അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പൊ എന്താണ്, സോറി ഹീറോയിക് അല്ല, ഹിസ്റ്റോറിക് ലാഹോർ കോൺഗ്രസ് ആണ്. ഹിസ്റ്റോറിക് ലാഹോർ കോൺഗ്രസ് 1929 പ്രകാരം, അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി പ്രകാരം, അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് പ്രകാരം എന്താ പറയേണ്ടത്, ഇൻഡിപെൻഡൻസ് ഡേ ഏത് ദിവസമായിരുന്നു ഒബ്സർവ് ചെയ്തത്? ഓഗസ്റ്റ് 15 ആണോ, ഓഗസ്റ്റ് 8 ആണോ, നവംബർ 1 ആണോ, ജനുവരി 26 ആണോ? അപ്പോൾ ഇവിടെ വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ആ ലാഹോർ കോൺഗ്രസ് ഓഫ് 1929 പ്രകാരം ഇൻഡിപെൻഡൻസ് ഡേ ജനുവരി 26 ആയിട്ടായിരുന്നു അവർ ഒബ്സർവ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശരിക്കും ഇൻഡിപെൻഡൻസ് ഡേ ഒബ്സർവ് ചെയ്തിരുന്നത് ജനുവരി 26-ലാണ്. അതിനുശേഷമാണ്, അതായത് അത് 1930 വരെ അങ്ങനെ തന്നെ തുടർന്ന് വന്നു എന്ന് നമുക്ക് പറയാം. 1929 there was this resolution that was passed in the Lahore session. അതിനുശേഷം എന്താ പറയേണ്ടത്, this date actually it became the Republic Day in 1950. 1950-ലാണ് ഇത് പിന്നെ റിപ്പബ്ലിക് ഡേ ആയിട്ട് മാറിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. ഏഴിമല, the headquarters of Mashaka dynasty is in which of the following districts today? അപ്പൊ നമുക്കറിയാം ഏഴിമല എവിടെയാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഏഴിമല ഇതിന് മാത്രമല്ല ഫേമസ്, ഇതിപ്പം ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് എടുത്തിട്ടാണ് എന്താ പറയേണ്ടത്, മുഷാക്ക ഡൈനസ്റ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏഴിമല എന്നുള്ള ആ ഒരു നിലയിൽ. പക്ഷേ ഏഴിമലയിൽ നമുക്ക് ഒരു നേവൽ അക്കാഡമിയും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകണ്ട. ഇപ്പോഴത്തെ ആ ഒരു രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഷ്യയിലെ തന്നെ വലിയ ഒരു നേവൽ അക്കാഡമി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏഴിമലയിലാണ്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. സോ കണ്ണൂർ ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. ഓക്കെ,
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. മാർത്താണ്ഡവർമ്മ, the famous ruler of Travancore, defeated whom in the Battle of Colachel in 1741? ഇപ്പൊ 1741 നടന്ന ആ ഒരു ബാറ്റില് മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, ആ ഒരു ട്രാവൻകൂറിന്റെ റൂളർ ആയിരുന്ന വ്യക്തി ആരെയാണ് ഡിഫീറ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻസ് ഡച്ച് ആണോ, ബ്രിട്ടീഷ് ആണോ, ഫ്രഞ്ച് ആണോ, പോർച്ചുഗീസ് ആണോ എന്നാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ ഒരു സമയത്തില്, അല്ലെങ്കിൽ ദാറ്റ് വാസ് ദ കമ്പനി ദാറ്റ് വാസ് ഡിസൈസീവ്ലി ഡിഫീറ്റഡ് ബൈ മാർത്താണ്ഡവർമ്മ, ആ ഒരു ബാറ്റിൽ ഓഫ് കൊലാച്ചൽ, ആൻഡ് അത് നടന്നത് 1741 ആൻഡ് ദിസ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഏഷ്യൻ വിക്ടറീസ് ഓവർ എ യൂറോപ്യൻ പവർ. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ മറ്റു വിക്ടറീസും ഉണ്ടായിരുന്നു, ബട്ട് വൺ ഓഫ് ദ വെരി ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വിക്ടറീസ് ഓവർ ദ യൂറോപ്യൻ പവർ. അപ്പൊ അത്രയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ബാറ്റിൽ അല്ലെങ്കിൽ ഒരു ഡിഫീറ്റ് ആയിരുന്നു ഈ മാർത്താണ്ഡവർമ്മ ലീഡ് ചെയ്ത ഡിഫീറ്റ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു നമ്പർ 11. Which of the following social reformers called the British rule as White Devil rule? White Devil rule. ഓക്കെ, അപ്പോൾ ഏത് സോഷ്യൽ റിഫോമർ ആണ് അങ്ങനെ ബ്രിട്ടീഷുകാരെ വിളിച്ചത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ ആ ഒരു റൂളിനെ വിളിച്ചത് എന്നുള്ളത്. അയ്യങ്കാളിയാണോ, ശ്രീനാരായണ ഗുരു ആണോ, തൈക്കാട് അയ്യ ആണോ, അതോ വ്യാകുണ്ഠ സ്വാമികളാണോ എന്നുള്ളതാണ് ചോദ്യം. നമ്പർ 11 ആൻസർ ഇസ് ഓപ്ഷൻ ഡി, വ്യാകുണ്ഠ സ്വാമികൾ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ വ്യാകുണ്ഠ സ്വാമി വാസ് ആക്ച്വലി നോൺ, അദ്ദേഹത്തിന്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫയറി ഒപ്പോസിഷൻ തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് ടു ബ്രിട്ടീഷ്, ആൻഡ് പ്രത്യേകിച്ചും കാസ്റ്റ് ഒപ്രഷൻ. അങ്ങനെയാണ് വൈറ്റ് ഡെവിൾ റൂൾ എന്ന് അദ്ദേഹം ആ ഒരു കൊളോണിയൽ റൂളിനെ വിശേഷിപ്പിച്ചു. ഇനി നമ്പർ 12. Who was the first Harijan member of ശ്രീമൂലം പ്രജാസഭ? ആദ്യത്തെ ഹരിജൻ മെമ്പർ ആരായിരുന്നു എന്നാണ് ചോദ്യം ശ്രീമൂലം പ്രജാസഭയുടേത്. ആൻസർ ഓപ്ഷൻസ് കെ പി കറുപ്പൻ, പി കെ ചാത്തൻ മാസ്റ്റർ, അയ്യങ്കാളി, വേലുക്കുട്ടി ആര്യൻ. ആരായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻഡ് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, അയ്യങ്കാളി എന്നുള്ളതാണ്. അപ്പൊ അയ്യങ്കാളി നമുക്കറിയാം ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു, ആൻഡ് അയ്യങ്കാളി റെപ്രസെന്റ് ചെയ്തത് ആ ഒപ്രസ്ഡ് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ആ ഒരു ക്ലാസിനെയാണ്, ആൻഡ് ഹി ബിക്കേം ദ ഫസ്റ്റ് ഹരിജൻ ടു ബി നോമിനേറ്റഡ് ടു ശ്രീമൂലം പ്രജാസഭ. ആൻഡ് നമ്പർ 13. Who is known as the Jhansi Rani of Travancore? ട്രാവൻകൂറിന്റെ ജാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, എ വി കുട്ടിമാലു അമ്മ, ലളിതാംബിക അന്തർജനം, ആര്യ പല്ലം, ഓർ അക്കാമ ചെറിയൻ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇവിടെ ജാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് വിശേഷിക്കപ്പെട്ടത് അക്കാമ ചെറിയാനെയാണ്. അപ്പം അക്കാമ ചെറിയാൻ നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്. അവർ കേരളത്തിൽ നിന്നാണ് അല്ലെ. അവരെയാണ് ആ ജാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞത്. കാരണം അവരുടെ ആ ഒരു ധൈര്യം, ആ ഒരു ബോൾഡ്നെസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു വിളിപ്പേര് വന്നത്. ഇനി നമ്പർ 14. ദ മലയാളം പോയറ്റ് ഹു കോൾഡ് ശ്രീനാരായണ ഗുരു ആസ് സെക്കൻഡ് ബുദ്ധ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാമത്തെ ബുദ്ധ എന്ന് വിശേഷിപ്പിച്ച മലയാളം പോയറ്റ്, മലയാളം കവി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ജി ശങ്കരക്കുറുപ്പാണോ, കുമാരനാശാനാണോ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണോ, അതോ വള്ളത്തോളാണോ എന്നുള്ളതാണ് നമ്മളടുത്ത് ഉള്ള ഈ ചോദ്യം. അപ്പോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒന്ന്, നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ്. അപ്പോ നമുക്കറിയാം കുമാരനാശാൻ ഒരു എന്താ പറയേണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഡിസൈപ്പിൾ ആയിരുന്നു, ഒരു ശിഷ്യനായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയണ്ടേ ലിറ്റററി ഫിഗറും കൂടെ തന്നെയാണ് കേരളത്തിൽ അല്ലെ. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക് റെക്കോർഡും ഇല്ല നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് ദാറ്റ് ഹി എവർ യൂസ്ഡ് ദ എപ്പിഫെറ്റ് സെക്കൻഡ് ബുദ്ധ എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ എന്താ പറയണ്ടേ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ശരിക്കും ജി ശങ്കരക്കുറുപ്പാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. കാരണം നമ്മൾ എന്താ പറയേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുമാരനാശാൻ വാസ് വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ശ്രീനാരായണ ഗുരു അല്ലെ. അപ്പോൾ അതുകൊണ്ട് കുമാരനാശാൻ ആയിരിക്കാം അതിന്റെ ആ ഒരു കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ 15. ദ ലീഡർ ഹൂ ഇസ് നോൺ ആസ് കേരള ഗാന്ധി. നോക്ക്, ഈ എപ്പിഫെറ്റ്സിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഈ സമാനതകൾ കൊടുത്തുകൊണ്ട് വരുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ചോദ്യമാണ് ഈ ഒരു പേപ്പറിൽ വന്നേക്കുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, ആ ഒരു ട്രെൻഡുകൾ നമ്മൾ ഒന്ന് നോക്കി വരിക, ആൻഡ് അത് ഒന്ന് നോക്കി വരുമ്പോഴത്തേക്ക് തിങ്സ് വിൽ ബി ബെറ്റർ ഫോർ us എന്നുള്ളതാണ്. അപ്പൊ 15ാമത്തെ ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ലീഡർ അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന ലീഡർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ടി കെ മാധവൻ, കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ ആൻഡ് സി കൃഷ്ണൻ. ഇത് 4ആണ് നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി കെ കേളപ്പൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അദ്ദേഹത്തിനാണ് കേരള ഗാന്ധി എന്നുള്ള ആ ഒരു വിശേഷണം ലഭിച്ചത്. ആൻഡ് ദാറ്റ് ഇസ് ഫോർ ഹിസ് കമ്മിറ്റ്മെന്റ് ടു ഗാന്ധിയൻ വാല്യൂസ്. അപ്പൊ ഗാന്ധിയുടെ മൂല്യങ്ങൾ വളരെയധികം ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തിയാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. ആൻഡ് വൈക്കം സത്യാഗ്രഹയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ചു എന്നുള്ള ആ ഒരു സത്യവും നമ്മൾ മനസ്സിലാക്കും. ക്വസ്റ്റ്യൻ നമ്പർ 16. ജ്ഞാനപീഠം. ഹൂ വൺ ദ ജ്ഞാനപീഠ് അവാർഡ് ഇൻ 2017? 2017. 2019 നടന്ന പരീക്ഷയാണ്. അപ്പൊ 2017 ആർക്കാണ് ഈ അവാർഡ് ലഭിച്ചത് എന്നാണ് ചോദ്യം. അപ്പോ എന്താണ് അതിന്റെ കറക്റ്റ് ആൻസർ? സ്ട്രൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി, കൃഷ്ണ സോപ്തിക്കാണ് ആ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കൃഷ്ണ സോപ്തി വളരെ നോട്ടഡ് ആയിട്ടുള്ള ഒരു ഹിന്ദി ഫിക്ഷൻ റൈറ്റർ ആണ്. കൃഷ്ണ സോപ്തിക്കാണ് ഈ ജ്ഞാനപീഠ അവാർഡ് 2017 ലഭിച്ചത്. ആൻഡ് ദാറ്റ് ഇസ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള ആ ഒരു അവാർഡാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവാർഡാണ് കൊടുത്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ IPL എന്നാണ് നമ്മൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ വിളിക്കുന്നത് അല്ലെ. 2020 ക്രിക്കറ്റ് ലീഗ് ഇൻ ഇന്ത്യ വാസ് ഫൗണ്ടഡ് ബൈ. അപ്പൊ IPL എന്താണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് IPL, ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ഒരു 2020 ക്രിക്കറ്റ് ലീഗാണ്. ഇത് ഇന്ത്യയിൽ വിച്ച് ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ഇറ്റ്? ആരാണ് അത് ഫൗണ്ട് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, BCCI തന്നെയാണ്. അപ്പോൾ IPL വാസ് ഫൗണ്ടഡ് ബൈ BCCI. എന്താണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. 2007 എന്താ പറയേണ്ടത്, അത് അതിന്റെ ആ ഒരു ആശയം ഉടലെടുത്തത്. ആൻഡ് 2008 ആദ്യത്തെ സെഷൻ നടന്നത് എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 18. Who won the Kerala State Film Award for Best Actor in 2016? 2016 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ ആർക്കായിരുന്നു? ദുൽഖർ സൽമാൻ ആണോ, നിവിൻ പോളി ആണോ, വിനായകനാണോ, പൃഥ്വിരാജ് ആണോ? ആൻസർ ഓപ്ഷൻ സി ആണ്. വിനായകനാണ് ആ ഒരു അവാർഡ് ലഭിച്ചത് എന്നുള്ളതാണ്. ആൻഡ് കമ്മാട്ടിപ്പാടം എന്ന് പറയുന്ന ആ ഒരു ഫിലിമിനാണ് ഈ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് 2016 ലഭിച്ചത്. ഓക്കെ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 19. ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ISR. അപ്പോൾ പ്രസന്റ് ചെയർമാൻ 2019 ഈ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ. അപ്പോൾ ആ പരീക്ഷ എടുത്തത് ഇപ്പൊ ഈ സമയത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഡിഫറെന്റ് ആൻസർ, സെയിം ആൻസർ ആയിരിക്കില്ല അല്ലെ. അപ്പോൾ കെ ശിവൻ, ജി മാധവൻ നായർ, AS കിരൺകുമാർ ഓർ കെ രാധാകൃഷ്ണൻ. 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെയുണ്ട്. കെ ശിവൻ ആയിരുന്നു ആ ഒരു സമയത്ത് ചെയർമാൻ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഡോക്ടർ കെ ശിവൻ വാസ് ദ ചെയർമാൻ ഓഫ് ISRO. ആൻഡ് എന്താ പറയേണ്ടത്, 2018 വരെ AS കിരൺകുമാർ ആയിരുന്നു അവിടുത്തെ ചെയർമാൻ. ആൻഡ് നമ്പർ 20. ഹൂ ഇസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ? ഇതും 2019 ചോദ്യം. ആ സമയത്ത് റെലവൻസ് അനുസരിച്ചാണ്, പക്ഷേ ഇതേ കണക്ക് നമുക്ക് വരാം. അപ്പൊ രാജ്യസഭയിലെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആ സമയത്ത് ആരാണ് എന്നുള്ളത്.
ഹമീദ് അൻസാരി, ഗുലാം നബി ആസാദ്, അരുൺ ജെയ്റ്റ്ലി, വെങ്കയ്യ നായിഡു. 2019 ആ ഒരു സമയത്ത് നമുക്കറിയാം വെങ്കയ്യ നായിഡു ആയിരുന്നു എന്താ പറയേണ്ടത് ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. ഓക്കെ, സോ ഹി വാസ് ഓൾസോ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്പർ 21. നെയിം ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ്. ബ്രഹ്മ സമാജിന്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ. അപ്പോ രാജാ റാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ശ്രീ രാമകൃഷ്ണ പരമഹംസ ഓർ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഹൂ ഇസ് ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ്? ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത് ഒരുപാടധികം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് PSCക്ക് വേണ്ടിയിട്ട്. ആൻഡ് അത് കൃത്യമായിട്ട് നമ്മൾ ഇതെല്ലാം ഈ ഫൗണ്ടേഴ്സ്, ഇതേപോലെ സമാജങ്ങളുടെയൊക്കെ ഫൗണ്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് പഠിച്ചിരിക്കണം. ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. ഓപ്ഷൻ എ, രാജ റാംമോഹൻ റോയ് ഈസ് ദ ഫൗണ്ടർ എന്നുള്ളത്. അപ്പൊ അദ്ദേഹമാണ് ശരിക്കും ബ്രഹ്മ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എപ്പോഴാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് അറിയാമോ? 1828 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു റിഫോം ആൻഡ് മോഡേണൈസ് ഇന്ത്യൻ സൊസൈറ്റി ബൈ ഒപ്പോസിങ് ഐഡൽ വർഷിപ്പ് ആൻഡ് കാസ്റ്റിസം. അപ്പൊ ഐഡൽ വർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് വിഗ്രഹ പൂജ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തർജ്ജമയായിട്ട് നമുക്ക് അതിനെ കാണാം. അപ്പൊ ആ വിഗ്രഹ പൂജയ്ക്കും കാസ്റ്റിസത്തിനും എതിരെ ഇന്ത്യൻ സൊസൈറ്റിയെ റിഫോം ചെയ്ത് മോഡേണൈസ് ആക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി സെറ്റപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഈ ബ്രഹ്മ സമാജ് എന്ന് പറയുന്നത്. ഈ വർഷം ഓർത്ത് വെച്ചോളുക, 1828. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ഇൻ വിച്ച് കൺട്രി? ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി അത് ഏത് രാജ്യത്താണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? USA, UK, ഇന്ത്യ ഓർ കാനഡ? ഏത് രാജ്യത്തായിരുന്നു എന്നുള്ളത്. ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി, UK-യിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ലണ്ടനിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ലണ്ടൻ നമുക്കറിയാം, ഇപ്പോൾ അത് കറന്റ്ലി UK-യിലാണ്. ആൻഡ് ദാറ്റ് വാസ് ഇൻ 1869. എന്തായിരുന്നു അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്? പലതരത്തിലുള്ള ചാരിറ്റബിൾ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക ആൻഡ് ആ ഒരു ഡ്യൂപ്ലിക്കേഷനും ഇൻഎഫിഷ്യൻസിയും ഒഴിവാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ഉണ്ടാക്കിയത്. കാരണം ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഓൾറെഡി ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അവരതിൽ ഫോക്കസ് ചെയ്യട്ടെ, ഒന്നിലധികം ഓർഗനൈസേഷൻസ് അതിൽ ഫോക്കസ് ചെയ്യേണ്ട. അപ്പോൾ അവർക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാമല്ലോ എന്നുള്ള ആ ഒരു ഉദ്ദേശം. അപ്പൊ പല ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ പല ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനെ കോർഡിനേറ്റ് ചെയ്ത് എന്താ പറയേണ്ടത്, അവരുടെ ആ ഒരു ഇൻഎഫിഷ്യൻസി കുറയ്ക്കുക, ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23. ഇൻ വിച്ച് ഇയർ പ്രൊഫഷണൽ ട്രെയിനിങ് ഇൻ ഇന്ത്യ ബിഗാൻ? ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അപ്പൊ പ്രൊഫഷണൽ ട്രെയിനിങ് ഏത് വർഷമാണ് ഇന്ത്യയിൽ തുടങ്ങിയത്? ആൻസർ ഇസ് ഓപ്ഷൻ എ, 1936-ലാണ് എന്താ പറയേണ്ടത് ആ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് തുടങ്ങിയത്. അപ്പൊ ഈ സമയത്താണ് ഫോമൽ ആയിട്ടുള്ള പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ ചോദ്യം പ്രത്യേകിച്ച് നോക്കിക്കൊള്ളുക, പ്രൊഫഷണൽ ട്രെയിനിങ് ഇൻ ഇന്ത്യ ബിഗാൻ എന്നുള്ള ആ ഒരു ചോദ്യം മാത്രമാണ് അവിടെ ഉള്ളത്. എന്തിന്റെ പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സോഷ്യൽ വർക്കിന്റെ ആ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ഏത് സമയത്ത് തുടങ്ങി എന്നുള്ളതാണ്. 1936-ലാണ് അത് തുടങ്ങുന്നത്. ആൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഇതിനകത്തുണ്ട്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അല്ലേ. ആൻഡ് മുംബൈയിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇതിന് മുന്നേ സോഷ്യൽ വർക്ക്, ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ലാർജ്ലി അല്ലെങ്കിൽ അത് വോളണ്ടറി ആയിട്ടുള്ള ആ ഒരു വർക്ക് ആയിരുന്നു സോഷ്യൽ വർക്ക് എന്ന് കൺസിഡർ ചെയ്തിരുന്നത്. അതിന് ഒരു 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 ഫോമൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സാഹചര്യം അതിനില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. എന്നാൽ 1948 ആയപ്പോഴത്തേക്കും we saw the establishment of additional institutions. ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് 1948 ആയപ്പോഴത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ ഇത് എക്സ്പാൻഷൻസ് ആയിരുന്നു ഈ ഒരു 1948 നടന്നത്. അതൊരു സ്റ്റാർട്ട് അല്ല ഓഫ് പ്രൊഫഷണൽ ട്രെയിനിങ്.
1948 എക്സ്പാൻഷൻ, ആ വാക്ക് പ്രത്യേകിച്ച് ഓർത്ത് വെച്ചോളുക. അത് ഏത് വർഷത്തിലാണ് സോഷ്യൽ വർക്കിന്റെ പ്രൊഫഷണൽ ട്രെയിനിങ് എക്സ്പാൻഡ് ആയതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് വീണ്ടും ഒരു എന്താ പറയേണ്ടത്, കൂടുതൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 1948 ആൻഡ് എന്താ പറയേണ്ടത്, അത് ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നാണ് അതിന്റെ പേര്. Now question number 24 ഇതാണ്. The year in which Council of Social Work Education was established. ഏത് വർഷത്തിലാണ് കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. 1952 ഈ കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് CSWE എവിടെയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ദിസ് ബിക്കെയിം ദി അക്രഡിറ്റിംഗ് ഏജൻസി ഫോർ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനെ അക്രഡിറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി പോലെ ആയി, അല്ലെങ്കിൽ അതായി ആ ഒരു ഏജൻസി. എക്സാക്ട്ലി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 ഇതാണ്. സ്പെഷ്യൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ടു ഗൈഡ് സോഷ്യൽ വർക്ക്. അപ്പൊ സോഷ്യൽ വർക്കേഴ്സിനെ ഗൈഡ് ചെയ്യുന്നതിന് സ്പെസിഫിക് ആയിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ സ്പെസിഫിക് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ടു ഗൈഡ് സോഷ്യൽ വർക്കേഴ്സ് conduct and to provide a basis for adjudication is mentioned in the dash section of NASW Code of Ethics. സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു NASWന്റെ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് സോഷ്യൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇവിടെ കോഡ് ഓഫ് എത്തിക്സിനെ കുറിച്ചല്ല ചോദ്യം, ഈ കോഡ് ഓഫ് എത്തിക്സ് അതിന്റെ ഏത് സെക്ഷനിലുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ആൻസർ ഫോർത്ത് സെക്ഷൻ ആണ്. അപ്പൊ ഫോർത്ത് സെക്ഷൻ ഓഫ് ദ കോഡ്, NASW കോഡിന്റെ 4ാമത്തെ സെക്ഷൻ ആണ് അവർ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ആൻഡ് ദീസ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ആസ് ദ ബേസിസ് ഫോർ അഡ്ജുഡിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ കോണ്ടക്ട്. ഒരു സോഷ്യൽ വർക്കറിന്റെ പ്രൊഫഷണലിസം നിർണ്ണയിക്കുന്നത് ഈ ഒരു എന്താ പറയേണ്ടത് കോഡ് ഓഫ് എത്തിക്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, സോഷ്യൽ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ഉത്തരവാദിത്വ ബോധം, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 25 ചോദ്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ബാക്കി ചോദ്യം നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സംഗതിയാണ് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 അതിന്റെ എന്താ പറയുക പരീക്ഷ ഏകദേശം ഇനി അടുത്ത് എത്തി. ഇപ്പൊ നവംബറോട് കൂടിയൊക്കെ അതിന്റെ എക്സാം ഉണ്ടാകും എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. മിക്കവാറും അടുത്ത കൺഫർമേഷൻ കൊടുക്കാൻ വരുന്ന ആ ഒരു ലിസ്റ്റിൽ ഈ എക്സാമും കൂടി ഉണ്ടാകും, അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇപ്പം കലണ്ടർ അനുസരിച്ചും PSCയുടെ കലണ്ടർ അനുസരിച്ചും അത് ആ ഒരു നവംബർ ഡിസംബർ സമയത്ത് നടക്കേണ്ട ഒരു എക്സാമാണ്. ഡിസംബർ വരെ പോവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇതിന്റെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓപ്പൺ സ്കൂള്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ആ പോർഷൻസിന്റെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് അതൊക്കെ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതിനോട് കൂടി നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് എന്താ പറയേണ്ടത്, മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, മോഡൽ എക്സാംസ് ഉണ്ടാകും. ഇനി നമ്മൾ സീരിയസ് ആയിട്ട് ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു എക്സാം, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുന്ന, റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിയുന്ന ഒരു എക്സാം ആണ് ഇത്. ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് ഇസ് 2000 rupees, 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് അനുസരിച്ച് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് യു വിൽ ഓൾസോ ഗെറ്റ് ലൈവ് ക്ലാസ്സസ് ഇൻ അഡീഷൻ ടു ദീസ് റെക്കോർഡഡ് ക്ലാസ്സസ്. നോട്ട്സ് PDF ആക്കി പ്രിന്റബിൾ ഫോമാറ്റ് ആയിട്ടാണ് തരുന്നത്. ആൻഡ് എന്താ പറയണ്ടേ, നമ്മൾ ഒരു 5000-ൽ പരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ആൻഡ് 10 മോഡൽ എക്സാംസ് നമ്മൾ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യും. ആൻഡ് മോക്ക് ടെസ്റ്റ് ഓരോ ടോപ്പിക് കവർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മോക്ക് ടെസ്റ്റും ഉണ്ടാകും എന്നാണ്. സോ ദിസ് ഇസ് എ വണ്ടർഫുൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു പ്രിപ്പയർ യുവർ സെൽഫ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പും കൂടെ ഇതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുണ്ട് വാട്സാപ്പിൽ. അപ്പോൾ വാട്സാപ്പിലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും.
ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ യു വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ കോഴ്സ്, അബൌട്ട് ദി എക്സാം ആൻഡ് എന്താ പറയണ്ടത്, PSC ഉണ്ടാകുന്ന മറ്റ് ഡെവലപ്മെന്റ്സും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. So thank you very much for watching this lesson and you have a great day ahead. Thank you.